കൂവപ്പൊടിയും ബീറ്റ്റൂട്ടും പാലും വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റങ്ങൾ ഉണ്ടാക്കി നോക്കിക്കണം. ഇല്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ആദ്യം തന്നെ കുറച്ച് കസ്കസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ഇനിയിപ്പോൾ വേണ്ടത് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ബീറ്റ്റൂട്ട് കൊണ്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ബീറ്റ്റൂട്ട് സ്മെല്ല് ഇഷ്ടമല്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇത് ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. ബീറ്റ്റൂട്ടിൻ്റെ ഒരു സ്മെല്ലും ഇതിൽ അറിയണില്ല. നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതാ ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുത്ത ബീറ്റ്റൂട്ട് നമ്മൾ കുക്കറിലിട്ട് കൊടുത്തിട്ട് ഇത്തിരി പഞ്ചസാരയും ഏലക്കാപ്പൊടി ഒരിത്തിരി വെള്ളം എടുത്തിട്ട് ഒറ്റ വീസിലടുപ്പിച്ചിട്ട് വെക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ബീറ്റ്റൂട്ട് ഫുള്ളായിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഫുള്ളായിട്ടൊന്നും വേണ്ട. ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ എടുത്ത് വെച്ച് സൂക്ഷിക്കാനാണ്. ഇതിലിപ്പോൾ ഈ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് 2 കഷ്ണം മാത്രം മതി. ഫ്രീസറിൽ വെക്കണ ബീറ്റ്റൂട്ട് പീസ് നമുക്ക് വേറെ റെസിപ്പികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ആവശ്യം കൂവപ്പൊടിയാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൂവപ്പൊടിയാണ് കേട്ടോ. അതിലിത്തിരി പാലൊഴിച്ചിട്ട് അതും വേവിച്ചെടുക്കുക. കൂവപ്പൊടി വേവിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണിത് വേവിച്ചെടുക്കേണ്ടത്. ഈ കൂവപ്പൊടി തണുത്ത് വന്നതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ അതിട്ട് കൊടുക്കുക. കൂടെ തന്നെ ബീറ്റ്റൂട്ട് കഷ്ണങ്ങളും 2 ഈന്തപ്പഴവും 6 അണ്ടിപ്പരിപ്പും വെള്ളത്തിൽ കുതിർത്തിയതും പാല്, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, ഏലക്കാപ്പൊടി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, ഈന്തപ്പഴം ഒക്കെ മധുരമാണ്. അപ്പം മധുരം ആവശ്യത്തിന് ചേർത്താൽ മതി. ഇതിലിപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നീട്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര അധികം ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ മധുരം അധികം ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈന്തപ്പഴം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തൊരു പാത്രത്തിൽ നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ച കസ്കസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം നല്ല അടിപൊളി കൂവപ്പൊടി ബീറ്റ്റൂട്ടും പാലും വെച്ചിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ബീറ്റ്റൂട്ടിൻ്റെ ഒരു രുചി ഇതിൽ അറിയണില്ല കേട്ടോ. ആ പാലിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ്. ഇത് നമുക്ക് നോമ്പിനാണെങ്കിലും പെരുന്നാളിനാണെങ്കിലും വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ പറ്റിയൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ ഒരുപാട് ഞാൻ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അതൊക്കെ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.